മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള ID കാർഡ് വിതരണം ഈ മാസം 30-നകം പൂർത്തിയാക്കും. ദുരന്തത്തിന്റെ 1-ാം വാർഷികത്തിന് മുൻപ് മുഴുവൻ പേർക്കും തിരിച്ചറിയൽ രേഖ നൽകാനാണ് ലക്ഷ്യമെന്ന് കളക്ടർ DR മേഘശ്രീ പറഞ്ഞു. ഉരുൾ ദുരന്തബാധിതരുടെ ഡാറ്റ എൻറോൾമെന്റ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായുള്ള തിരിച്ചറിയൽ കാർഡിന് ഡാറ്റ എൻറോൾമെന്റ് ക്യാമ്പ് 3 ദിവസമായി കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിലാണ് നടന്നത്. പുനരധിവാസ ഗുണഭോക്തൃ പട്ടികകളിലെ 89 ഗുണഭോക്താക്കൾക്കാണ് ആദ്യ ദിനം വിവരങ്ങൾ കൈമാറിയത്. 2-ാം ദിവസം 131 പേരും 3-ാം ദിനം 120 പേരും തിരിച്ചറിയൽ കാർഡിന് ആവശ്യമായ രേഖകൾ കൈമാറി. ഗുണഭോക്താക്കൾ കളക്ടറേറ്റിലെ APJ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നേരിട്ടെത്തി വിവരങ്ങൾ ലഭ്യമാക്കണമെന്നായിരുന്നു നിർദ്ദേശം. ദുരന്തത്തിന്റെ 1-ാം വാർഷികത്തിന് മുമ്പ് മുഴുവൻ പേർക്കും തിരിച്ചറിയൽ രേഖ നൽകാനാണ് ലക്ഷ്യമെന്ന് കളക്ടർ DR മേഘശ്രീ പറഞ്ഞു. അത് എൻറോൾമെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ഇനി കുറച്ച് ആൾക്കാരും രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ ഇല്ല, അവർ നാട്ടിലെ ഇല്ല, അവർ പുറത്തുണ്ടാവും. സോ അങ്ങനെ ഒരു 85% എൻറോൾമെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അത്രയും ആൾക്കാരിന്റെ വേഗം കാർഡ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതും. കൊച്ചിയിലാണ് അത് പ്രിന്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നതും. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 ദിവസത്തിനകം നമ്മൾ എല്ലാവർക്കും കാർഡ് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഹിയറിംഗ് ഒന്നുമില്ല, അവർ വന്നാൽ നമ്മൾ എൻറോൾമെന്റ് ചെയ്യാം, കാർഡ് കൊടുക്കാം. അത് കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. സർക്കാർ നിബന്ധനകൾ പ്രകാരം ജില്ലാ ഭരണകൂടം അംഗീകരിച്ച് പുറത്തിറക്കിയ ഗുണഭോക്താക്കളുടെ ഫേസ് 1, ഫേസ് 2A, ഫേസ് 2B ലിസ്റ്റിൽ ഉൾപ്പെട്ടതും മുണ്ടക്കൈ ചുരൽമല പ്രദേശത്ത് സ്ഥിരതാമസമുള്ളവരും ദുരന്തം നേരിട്ട് ബാധിച്ച കുടുംബങ്ങൾക്കുമാണ് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയൽ കാർഡുകൾ നൽകുക. എന്നാൽ ഒരു വിഭാഗം ദുരന്തബാധിതർ എൻറോൾമെന്റ് നടപടികൾ ബഹിഷ്കരിച്ചു. ഇനി വിവരങ്ങൾ നൽകാൻ വിട്ടുപോയവർക്ക് അവസരം നൽകുന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം തീരുമാനമെടുക്കും. ജനം, വയനാട്.